Hello everybody, welcome to English speaking course. Hope you all are keeping safe and healthy. ഇന്ന് നമുക്ക് കുറച്ച് common questionsഉം അതിൻ്റെ answersഉം discuss ചെയ്യാം. There are so many questions and answers that we use in our daily life. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കാം. So let's get started. How are you? It's the most commonly asked question and we can answer it as I'm fine. How about you? എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമാണോ? How about you? എന്നും നമ്മൾ ഐ എം ഫൈൻ ആഡ് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിയായിട്ട് ഹൗ അബൌട്ട് യു എന്ന് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. Very easy, right? Let's move on to our next question. How's your work going? എങ്ങനെ പോകുന്നു നിങ്ങളെ ജോലി? അത് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം ഹൗസ് യുവർ വർക്ക് ഗോയിങ്. എല്ലാം നന്നായിട്ട് പോകുന്നു അങ്ങനെ പറയണമെങ്കിൽ വി ക്യാൻ സേ ഓൾ ഈസ് വെൽ. ഓൾ ഈസ് വെൽ. ഇതൊക്കെ കൊച്ചു കൊച്ചു സെൻറ്റൻസസ് ആണ്, കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ചോദിക്കാൻ നിങ്ങൾ ഗ്രാമർ റൂൾസിൻ്റെ പിന്നെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ സെൻറ്റൻസസ് ഒക്കെ പഠിക്കണം. Then try to use this in your daily life. Let's move on to our next sentence. What's up these days? What's up these days? നമ്മൾ എപ്പോഴാണ് ഇങ്ങനെ ചോദിക്കുക? കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിനെ കണ്ടുമുട്ടിയാൽ നമുക്ക് ചോദിക്കാം വാട്ട്സ് അപ്പ് ദീസ് ഡേയ്സ്. അർത്ഥം എന്താണ് നിങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ദിവസങ്ങൾ എങ്ങനെ പോന്നു, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് ആൻസറായിട്ട് നമുക്ക് പറയാം നത്തിങ് സ്പെഷ്യൽ ആസ് യൂഷ്വൽ. ഒന്നും സ്പെഷ്യൽ ആയിട്ടില്ല, എല്ലാം പതിവ് പോലെ തന്നെ. അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ലേ നീ ഈ ദിവസങ്ങൾ എവിടെയായിരുന്നു, ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു. അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം വേർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഡേയ്സ്. വേർ ഹാവ് യു ബീൻ ഓൾ ദീസ് ഡേയ്സ്. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം ഐ വാസ് അറൗണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പറയാം ഐ വാസ് എ ബിറ്റ് ബിസി. ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. വേർസ് യുവർ ഹൗസ്. ആരെങ്കിലും പരിചയമില്ലാത്ത അവർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ലേ നിൻ്റെ വീട് എവിടെയാണ്. അത് നമുക്ക് ചോദിക്കാം വേർസ് യുവർ ഹൗസ്. അതിൻ്റെ ആൻസറായിട്ട് പറയാം ഇറ്റ്സ് ഇൻ. എവിടെയാണോ നിങ്ങളെ വീട് ആ സ്ഥലത്തെ പേര് അവിടെ നമുക്ക് പറയാം. വാട്ട് ബ്രിങ്സ് യു ഹിയർ? വാട്ട് ബ്രിങ്സ് യു ഹിയർ? നീ എന്തിനാണ് ഇവിടെ വന്നത്? ഐ ആം ഹിയർ ടു സീ യു. നിങ്ങളെ കാണാനാണ് ഞാൻ വന്നത്. ഐ ആം ഹിയർ ടു സീ യു. ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ഹംഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ ആം നോട്ട്. ആർ യു ഷ്യൂർ? ഏതെങ്കിലും കാര്യം നമുക്ക് ഉറപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കാറില്ലേ ആർ യു ഷ്യൂർ. ഇനി ഷ്യൂർ ആണെങ്കിൽ നമുക്ക് മറുപടി പറയാം യെസ് ഐ ആം ആബ്സല്യൂട്ട്ലി ഷ്യൂർ. ആർ യു വർക്കിംഗ് ടുമോറോ? ഇത് നമുക്ക് ജോലി സ്ഥലത്ത് ചോദിക്കാം നിങ്ങൾക്ക് നാളെ ജോലിയുണ്ടോ, നീ നാളെ വർക്കിംഗ് ആണോ. ആണെങ്കിൽ നമുക്ക് ആൻസർ പറയാം യെസ് ഐ ആം വർക്കിംഗ്. യെസ് ഐ ആം വർക്കിംഗ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഇറ്റ്സ് ലീവ് ഫോർ മീ ടുമോറോ. നോ ഇറ്റ്സ് ലീവ് ഫോർ മീ ടുമോറോ. എനിക്ക് നാളെ ലീവാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ ഐ വിൽ ടേക്ക് ലീവ് ഫ്രം ടുമോറോ. ലീവ് ഫ്രം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ, നാളെ തൊട്ട് എനിക്ക് ലീവ് ആണ്. ഫ്രം ടുമോറോ ഓൺവേർഡ്സ് ഐ ആം ലീവ്. അതാണ് അതിൻ്റെ അർത്ഥം. രണ്ട് സെൻറ്റൻസസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗെയിൻ. നോ ഇറ്റ്സ് ലീവ് ഫോർ മീ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ലീവ് ആണ്. ആൻഡ് വെൻ വി സേ നോ ഐ വിൽ ടേക്ക് ലീവ് ഫ്രം ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ എനിക്ക് ലീവാണ്. ലോങ് വെക്കേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട് ഇന്നലെ മഴ പെയ്തിരുന്നോ. അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റർഡേ? യെസ് ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ. യെസ് ഇന്നലെ മഴ പെയ്തിരുന്നു. ഇനി ഇല്ലാന്നെങ്കിൽ നമ്മൾക്ക് പറയാം നോ ഇറ്റ് ഡിഡ്ന്റ് റെയിൻ യെസ്റ്റർഡേ. ഇന്നലെ മഴ പെയ്തില്ലായിരുന്നു.
ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ? നിനക്ക് എൻ്റെ ഇമെയിൽ കിട്ടിയിരുന്നോ? I'm sorry, I still haven't. എനിക്ക് കിട്ടിയില്ല, ഇത്ര വരെ കിട്ടിയില്ല. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം yes, I did. Did you take your medicine? നീ നിന്റെ മരുന്ന് കഴിച്ചോ? ടേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിച്ചോ എന്നാണ് അർത്ഥം. Did you take your medicine? Yes, I took it. ഞാൻ കഴിച്ചു അത്. No, still to take. ഞാൻ കഴിച്ചില്ല, കഴിക്കണത്രേ. സ്റ്റിൽ ടു ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുത്തോന്നും അർത്ഥമുണ്ട്, ടേക്ക് എന്ന് പറഞ്ഞാൽ കഴിച്ചോന്നും അർത്ഥമുണ്ട്. നീ നിന്റെ മരുന്ന് എടുത്തുവോ? എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ അവിടുന്ന് എടുത്തുവോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഇനി അടുത്തതുള്ളത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം മലയാളത്തിൽ ചോദിക്കാറുണ്ട്. നിനക്ക് എന്തെങ്കിലും വേണോ? അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? ഡു യു നീഡ് എനിത്തിങ്? നോ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. എനിക്കൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ക്വസ്റ്റ്യനിൽ നമ്മൾ നീഡാണ് ചോദിച്ചത്, ബട്ട് ആൻസറിൽ നമുക്ക് നീഡ് തന്നെ പറയണം എന്നില്ല. വി ക്യാൻ ചേഞ്ച് ദാറ്റ് വേർഡ് ടു വാണ്ട്. ഇതേപോലെ നേറ്റീവ് സ്പീക്കേഴ്സ് പല പ്രാവശ്യവും സെൻറ്റൻസസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പറയുമ്പോൾ ദേ ടെൻ ടു ചേഞ്ച് ദ വേർഡ്സ്. ബട്ട് നമ്മൾ മലയാളീസ് എന്ത് ചെയ്യും? വി യൂസ് ദ സെയിം വേർഡ്സ് ആസ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ചോദിച്ച അതേ വേർഡ്സ് യൂസ് ചെയ്യാറുള്ളതാണ് നമ്മളെ ശീലം. ബട്ട് വി ഷുഡ് ചേഞ്ച് ദാറ്റ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ച വേർഡ്സ് അല്ലാതെ നമുക്ക് നമ്മളെ ഓൺ വേർഡ്സ് അവിടെ ചേർത്തിട്ട് ആൻസർ പറയാം. ഞാൻ ഇവിടെ പറഞ്ഞത് നോ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. എനിക്കൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വി ക്യാൻ സേ ഐ വാണ്ട് അ. അവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടേ അതവിടെ നിങ്ങൾക്ക് പറയാം. ഡു യു പ്ലേ any സ്പോർട്സ്? നീ എന്തെങ്കിലും സ്പോർട്സ് കളിക്കാറുണ്ടോ? കളിക്കാറുണ്ടെങ്കിൽ നമുക്ക് പറയാം യെസ് ഐ പ്ലേ. അവിടെ സ്പോർട്ടിൻ്റെ പേര് പറയാം. ഐ ഹാവ് ഗിവൺ യു ആൻ എക്സാമ്പിൾ. യെസ് ഐ പ്ലേ ക്രിക്കറ്റ്. നോ ആണെങ്കിൽ വളരെ സിംപ്ലി നമുക്ക് പറയാം നോ ഐ ഡോണ്ട്. നോ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടാകുമ്പം യു ക്യാൻ സേ ഐ ഡോണ്ട്. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഡു യു വാണ്ട് ടു കം വിത്ത് മീ? ഡു യു വാണ്ട് ടു കം വിത്ത് മീ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നോ ഐ ആം ടു ബിസി റൈറ്റ് നൗ. ഇല്ല, ഞാൻ ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. നോ ഐ ആം ടു ബിസി റൈറ്റ് നൗ. ഹൂ ടോൾഡ് യു? ആരാണ് ഇത് പറഞ്ഞത് നിന്നോട്? എന്തെങ്കിലും കാര്യം ആരെങ്കിലും നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞാലും നമ്മൾ ചോദിക്കാറില്ലേ, നീ എങ്ങനെ അറിഞ്ഞു? നിന്നോട് ആരാണ് ഇത് പറഞ്ഞത്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 വേർഡ്സിൽ അത് ചോദിക്കാം. ഹൂ ടോൾഡ് യു? ആരാണ് നിന്നോട് പറഞ്ഞത്? എങ്ങനെയാണ് ആൻസർ പറയാൻ നമുക്ക് നോക്കാം. നമുക്ക് പറയാം ഐ ഹേർഡ് ഇറ്റ് ഫ്രം മാരി. ആരെ അടുത്ത് നിന്നാണ് നമ്മളത് കേട്ടിനി? ആരാണ് നമ്മളോട് പറഞ്ഞത്? അവരെ പേര് നമുക്ക് അവിടെ പറയാം. ഐ ഹേർഡ് ഇറ്റ് ഫ്രം മാരി. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് മാരി ടോൾഡ് മീ, നമുക്കതൊന്നും കൂടെ നല്ല റിഫൈൻഡ് ഇംഗ്ലീഷിൽ പറയാം. ഐ ഹേർഡ് ഇറ്റ് ഫ്രം മാരി. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? നിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? നിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഐ ലൈക്ക്. അവിടെ നമുക്ക് ഫുഡിൻ്റെ പേര് പറയാം. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് മൈ ഫേവറേറ്റ് ഫുഡ് ഈസ്, ഇങ്ങനെ പറക്കി ഇംഗ്ലീഷ് പറയേണ്ട പകരം വി ക്യാൻ സേ ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഐ ലൈക്ക്. അവിടെ ഫുഡിൻ്റെ പേര് പറയാം. ആരെങ്കിലും ജോലി, പ്രൊഫഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം വാട്ട്സ് യുവർ ജോബ്. സിമ്പിളായിട്ട് ചോദിക്കാം വാട്ട്സ് യുവർ ജോബ്. അതിൻ്റെ മറുപടി ആയിട്ട് നമുക്ക് പറയാം ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം എ ടീച്ചർ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ വി ക്യാൻ സേ ഐ റൺ മൈ ഓൺ ബിസിനസ്. ഐ റൺ മൈ ഓൺ ബിസിനസ്. ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ? ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ കുടിച്ചാലോ? ഇനി കുടിക്കണം തോന്നുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പറയാം നോ താങ്ക്സ്, സം അതർ ഡേ. വേറെ ഏതെങ്കിലും ദിവസം ആവട്ടെ. നോ താങ്ക്സ്, സം അതർ ഡേ.
How about a cup of tea? That's a good idea. No thanks. Some other day. ഇതുപോലെ നിങ്ങൾ സെൻറ്റൻസസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് ചോദിച്ച് വേണം പഠിക്കാൻ. So hope you like the video. Do support me. Thanks for watching.